അനിയുടെയും നന്ദുവിൻ്റെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെ ഒക്കെ പേരിൽ അനാമിക കേസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു കാര്യം അറിഞ്ഞ് വീട്ടിൽ എല്ലാവരും മാനസികമായി വല്ലാണ്ട് തകർന്നു പോകുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ അനി പോയിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല നന്ദു, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. രാത്രിയിൽ അവരുടെ വീട് കയറി തല്ലിയാലോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, ഇനി അതിപ്പോൾ റിസ്ക്കാ. കാരണം അവർക്ക് ഇങ്ങനൊരു സംശയം ഉള്ളതുകൊണ്ട് തന്നെ അവർ ഉറപ്പായും വീട്ടിൽ CCTV സ്ഥാപിക്കും. അത് മാത്രമല്ല, അവള് ചാനലിൽ പറഞ്ഞത് നീ കൂടെ കേട്ടതല്ലേ, അവരുടെ കുടുംബത്തിനോ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെല്ലാം കാരണക്കാര് അനന്തപുരിക്കാരായിരിക്കുമെന്ന് അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അത് നമുക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചെയ്താൽ ഉറപ്പായും അതും കൂടെ തിരിച്ച് പണി വരും. അങ്ങനെയായാല് കേസിൽ നമുക്ക് ബലം കൂടും എന്ന് നന്ദു പറയുന്നുണ്ട്. അതിന് ചോദിക്കാണ്, അല്ലാതിപ്പോ എന്താ ഒരു രക്ഷ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് കേട്ടോ, നമുക്കൊരു കാര്യം ചെയ്താലോ. അവരുടെ വീട്ടില് എങ്ങനെയെങ്കിലും ഒരു ക്യാമറ സ്ഥാപിക്കാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കായിരുന്നു. കോടതിയില് അത് വലിയൊരു തെളിവായേനെ എന്ന് പറയുമ്പം അനി പറയാണ്, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. കാരണം അവർ തമ്മിൽ സംസാരിക്കുമ്പം സത്യങ്ങൾ മാത്രമല്ല സംസാരിക്കുള്ളൂ. നമ്മുടെ വീട്ടില് ആരും ഉപദ്രവിച്ചിട്ടില്ല. എന്റെ മുത്തശ്ശിയും മുത്തശ്ശനെയെങ്കിലും വെറുതെ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് പറയാനട്ടോ. നന്ദു പറയാണ്, അല്ല നമ്മളിപ്പോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും? നമ്മളെങ്ങനെ കണ്ട ഉറപ്പായിട്ടും അവർ പിടിക്കും. റോഡ് സൈഡിലാണെങ്കിലും കുറച്ചകത്തോട്ട് കയറിയല്ലേ അങ്ങോട്ടേക്ക് ചെല്ലുന്ന കണ്ടാല് എന്തായാലും ഉറപ്പായാലും അവർ കണ്ടെത്തുന്നുള്ള കാര്യം ഉറപ്പാ എന്ന് പറയുമ്പോ അനി പറയാണ്, ഞാനെങ്കിൽ വിഘ്നേഷിനെയും രാജേഷിനെയും ഒന്ന് ചോദിച്ചു നോക്കട്ടെന്ന് ചോദിക്കുമ്പം അത് നല്ല കാര്യ, നമുക്ക് അവന്മാരെ ഒന്ന് വിളിപ്പിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനിയും നന്ദുവും കൂടി കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് കേട്ടോ. അവന്മാര് ഇവർ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രാജേഷ് പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പം ഒത്തിരി സന്തോഷമുണ്ട്. എന്താ രണ്ടുപേരും തീരുമാനം എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അതിനിപ്പോ പറയേണ്ടത് ദാ ഇവളോട് ചോദിച്ചു നോക്ക് എന്ന് പറയാണ്. നന്ദു പറയുന്നുണ്ട്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും അനി ഞാൻ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. CA അല്ല മറ്റാരും തന്നെ എന്റെ കാര്യത്തിൽ താലി കെട്ടില്ല. എനിക്കൊരു കല്യാണോ ഒരു വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ അത് അനിയുടെ കൂടെ മാത്രമായിരിക്കും എന്ന് നന്ദു പറയുന്നുണ്ട് കേട്ടോ. ഹോ, സന്തോഷമായി. ഇത്രയും കാലം കൊണ്ട് ഞങ്ങളെ കേൾക്കാൻ കൊതിച്ച ഒരു വാക്കായിരുന്നു അത്. ഇപ്പോഴെങ്കിലും നിനക്കത് പറയാൻ തോന്നിയല്ലോ. ഈ ധൈര്യം നീ നേരത്തെ കാട്ടേണ്ടതായിരുന്നു. ഇവന്റെ കല്യാണത്തിന് മുമ്പ് ഈ ധൈര്യം രണ്ടുപേരും കാട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇവന്റെ ഭാര്യയായിട്ട് അവർ വീട്ടിൽ കണ്ടനെ. ഈ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് പറയാണ്. നന്ദു പറയുന്നുണ്ട്, എടാ എന്റെ വീട്ടുകാര് ഒരു തരത്തിലും അംഗീകരിക്കാത്ത അവസ്ഥയാണ്. അനന്തപുരിയിലെ ഇവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും നേരിട്ടൊന്ന് ചോദിച്ചു. എന്റെ വീട്ടിൽ നിന്ന് പെണ്ണി ചോദിച്ചതാ, പക്ഷെ അച്ഛനും അമ്മയും അതിന് സമ്മതിച്ചില്ല. ആ CA കൊണ്ട് കെട്ടിക്കൊന്നും പറഞ്ഞ് അവർ ഒറ്റക്കാലം നിൽക്കാണ് എന്നും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് അവർക്കും ആകപ്പാട് വിഷമമായി. അല്ല ഇനിയിപ്പോ എന്നാ തീരുമാനം എന്ന് ചോദിക്കാണ്. എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കണം എന്ന് നന്ദു പറയുന്നുണ്ട് കേട്ടോ. രാജേഷ് പറയാണ്, പ്ലാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അത് നടപ്പിലാക്കുന്ന കാര്യം നമ്മൾ ഏറ്റു അല്ലേടാ എന്ന് ചോദിക്കാണ്. അത് മാത്രല്ല, നമ്മുടെ പഴയ കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എല്ലാവരെയും കൂടി വിളിക്കാമെന്ന് പറയുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, ഇപ്പൊ അതല്ല, അതിനേക്കാട്ടിലും വലിയ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാ നിങ്ങളെ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പം അനാമിക ഇതുപോലെ കേസ് കൊടുത്തെന്നും മുത്തശ്ശന്റെ പേര് വരെ കേസ് കൊടുത്തേക്കാണെന്നും എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാവരും ജയിലിലേക്ക് പോവേണ്ടി വരുമെന്നും നന്ദു പറയുന്നുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ വിഘ്നേഷ് ചോദിക്കാണ്, ഇതിന് മറ്റൊരു വഴിയില്ലേ? ഇത്രയൊക്കെ കള്ളത്തരം പറഞ്ഞാല് കോടതി അംഗീകരിക്കുവോ? തെളിവെന്തെങ്കിലും വേണ്ടേന്ന് ചോദിക്കുമ്പം അവളൊരു പെണ്ണല്ലേ, അവളെ തല്ലിയതിന്റെ ആ പാട് പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും കണ്ടതാണ്. അത് മാത്രല്ല, മുത്തശ്ശൻ ആ പബ്ലിക് പ്രോസിക്യൂട്ടറിന് മുമ്പിൽ വെച്ച് തല്ലിയതും CCTVയിലുണ്ട്. അങ്ങനെ 2 തെളിവുകളുള്ളപ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ കേസ് സ്ട്രോങ് ആണ്. ഇനിയിപ്പോ ഞങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ CCTVയോ ഒളിക്യാമറയോ വെച്ച് എന്തെങ്കിലും പിടിച്ചെടുത്താലേ പറ്റുള്ളൂ. അവരുടെ വായിന്ന് തന്നെ കേൾക്കണം ഇവരെടുത്തിട്ടും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒപ്പിച്ചാലേ പറ്റുള്ളൂ എന്നും പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഇവര് പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ ഏറ്റു, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പം അനിയും നന്ദും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് ചെന്നാൽ അത് വലിയ വിഷയമാകും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് ചെല്ലണം. അല്ല അവിടെ എല്ലാവരും ഉണ്ടായിരിക്കില്ലേ? ആ 3 പേരും കൂടി പുറത്തേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ വേണം ആ വീട്ടിലേക്ക് ചെല്ലാനും ആ ക്യാമറകൾ സ്ഥാപിക്കാനും. അതും കൃത്യമായിട്ട് അവർ സംസാരിക്കുന്നതും അവരുടെ വീഡിയോസും എല്ലാം പക്കായിട്ട് കിട്ടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവർ പറയാണ്, അത് ഞങ്ങൾ ഏറ്റു എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ വിഘ്നേഷും രാജേഷും കൂടിയിട്ട് അവരുടെ വീടിന്റെ വാതിക്കൽ ആ സൈഡിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരിക്കും. 3 പേരും കൂടി ഷോപ്പിങ്ങിനോ എങ്ങോട്ടോ ഒക്കെ പോകുന്ന ആ ഒരു കാഴ്ച ഇവർ കാണുന്നുണ്ട് കേട്ടോ. അവർ പോയി ഗേറ്റ് അടച്ച ഉടൻ തന്നെ ഇവർ പുറകു വശത്തുകൂടി അകത്തേക്ക് കടക്കുകയാണ്. ഫ്രണ്ടിൽ CCTV ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പുറകെ കൂടെ കയറുന്നുണ്ട് കേട്ടോ. പുറകെ കൂടെ വന്ന് നോക്കുമ്പോഴേക്കും ഒരു ജനൽ തുറന്നിരിക്കായിരിക്കും. ആ ജനലിന്റെ അകത്തൂടി ഒരു ക്യാമറ വെക്കുന്നുണ്ട്. അതിനുശേഷം അപ്പുറേ സൈഡിലും പോയിട്ട് അതുപോലെ തന്നെ വെക്കാണ്. ഇവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ എങ്കിൽ ഇവർ ഹാളിൽ നിന്ന് സംസാരിച്ചാല് പക്കായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ ആ ക്യാമറകൾ അവർ സ്ഥാപിക്കുകയാണ് കേട്ടോ. അങ്ങനെ ക്യാമറകളെല്ലാം സ്ഥാപിച്ചിട്ട് അവർ രണ്ടുപേരും അവിടുന്ന് പതിയെ പോവാണ് കേട്ടോ. എന്നിട്ട് നന്ദനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നന്ദ പറയാണ്, ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് ആ ക്യാമറ എടുത്താൽ മതി, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറയാണ്. ശേഷം അന്നേ ദിവസം തന്നെ ആ വീട്ടിലേക്ക് തിരികെ അനാമികയും ഫാമിലിയും തിരിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. അതിന്റെ തൊട്ട് പിന്നാലെയായിട്ട് വക്കീലും കാറിന് വരുന്നുണ്ട്. അതിന്റെ തൊട്ട് പിന്നാലെയായിട്ട് CIയുടെ വാഹനം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിഘ്നേഷും രാജേഷും ആ ഏരത്തിനുണ്ടായിരുന്നു. നന്ദനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആദ്യം അവരുടെ വണ്ടി വന്നു, പിന്നാലെ തന്നെ ആ വക്കീലിന്റെ 3ാമതായി വന്ന ആളെ പറഞ്ഞ നീ ഞെട്ടിപ്പോന്ന് പറയുമ്പം ആരോടാന്ന് ചോദിക്കാണ്. അത് വേറെ ആരുമല്ല, നിന്നെ കല്യാണം കഴിക്കാൻ നടക്കുന്ന ആ CI ആണ് എന്ന് പറയുമ്പോഴേക്കും നന്ദു ശരിക്കും അത് ഷോക്കാവാണ്. അയാൾ എന്തിനായിരിക്കും അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുമ്പം അതെന്തായാലും നമുക്ക് കൃത്യമായി തന്നെ അറിയാലോ. നീ പറഞ്ഞത് ശരിയാ, അവിടെ ക്യാമറ വെച്ചത് എന്തുകൊണ്ടും നല്ല കാര്യാ. ഇതോടുകൂടി ആ CIക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിലേ അയാളുടെയും കൂടെ മുഖം പൊടി നമുക്ക് വലിച്ചു കയറാമെന്നും വിഘ്നേഷ് പറയുന്നുണ്ട്. അത് നല്ല കാര്യമായി. എന്തായാലും ഇന്ന് തന്നെ ആ ക്യാമറ എടുത്ത് മാറ്റിയേരെ, കാരണം ഇന്നുകൊണ്ട് നമുക്ക് വേണ്ടതെല്ലാം കിട്ടുമെന്നും നന്ദു പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ടാക്കിയിട്ട് അനിയെ വിളിക്കാണ് കേട്ടോ നന്ദു. എന്നിട്ട് അനിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അനി പറയാണ്, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ അവനൊരു ഇരട്ടത്താപ്പ, എല്ലാവരുടെ മുമ്പില് ചിരിച്ച് ഭയങ്കര സ്നേഹത്തോടെ അഭിനയിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അല്ലാതെ അവനെ ആരോടും യാതൊരു വിധ കൺസേണും ആ സ്നേഹം ഒന്നുമല്ല. അവൻ നിന്നെ സ്വന്തമാക്കണം, അതിനുവേണ്ടി എന്ത് വേലത്തരവും ചെയ്യാൻ അവൻ മിടുക്കനാ, അവൻ പക്കാ ഫ്രോഡാ എന്നൊക്കെ അനി പറയുന്നുണ്ട് കേട്ടോ. നന്ദു പറയാണ്, അതെനിക്കും മനസ്സിലായിരുന്നു, അവന്റെ പിന്നിൽ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ടെന്നും എനിക്ക് തോന്നിയെന്നൊക്കെ നന്ദു പറയാൻ കേട്ടോ. എന്തായാലും അവന്മാരോട് ആ ഈരത്തിന് നിൽക്കാണ് ഞാൻ പറഞ്ഞത്. വൈകുന്നേരം എങ്ങാനും ഈ അനാമിക എങ്ങാനും വീട്ടിൽ മാറുന്ന സമയത്ത് ആ ക്യാമറ പോയി തിരികെ കൊണ്ടുവരാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഫുട്ടേജ് വെച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്നും പറയാൻ കേട്ടോ. ഇതേ സമയം മുത്തശ്ശനോട് പോയിട്ട് ജയനും അജയനും കൂടി സംസാരിക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങൾ വക്കീലിനെ പോയി കണ്ടു. എന്നിട്ട് എന്ത് പറഞ്ഞു? അല്ല, വക്കീല് പറഞ്ഞത് അനാമികരൻ അനിയും തല്ലി, അതൊരു പബ്ലിക് പ്ലേസിൽ വെച്ച്. അച്ഛനാണെങ്കിലോ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ മുമ്പ് വെച്ചാണ് വേണുവിനെ തല്ലിയത്. ആ 2 കാര്യങ്ങളും സ്ട്രോങ് ആയി കിടക്കാണ്. അത് മാത്രമല്ല, അവർ കംപ്ലൈന്റില് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇതുവരെ സംഭവിക്കാത്ത അത്രയും കാര്യങ്ങൾ അവർ അതുപോലെ വെച്ച് എഴുതിയിരിക്കുകയാണ്. അതിന് സപ്പോർട്ട് നിൽക്കാൻ പിന്നെ ഇവിടെ ജലജയും ജാനകിയൊക്കെ ഉണ്ടല്ലോ എന്ന് അജയൻ പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, എന്തുവേലും കാണിച്ചോട്ടെ, സത്യം മാത്രമേ ജയിക്കുള്ളൂന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവരെന്ത് കാണിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. വയസ്സനായ കാലത്ത് ഞാൻ എൻ്റെ ഭാര്യയും ജയിലിൽ പോകാനോ വിധിയെങ്കിൽ ഞങ്ങളത് അനുഭവിച്ചോളാം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നും മുത്തശ്ശൻ പറയുമ്പോൾ ജയൻ ചോദിക്കാണ്, അച്ഛാ, ഇതിങ്ങനെ സില്ലിയാക്കി കളയരുത്, നമുക്ക് എന്തെങ്കിലും ഇതിന് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ തോറ്റുപോയ പോലെ ആവും എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് പിന്മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അവരാഗ്രഹിക്കുന്ന പോലെ അവർ ചോദിക്കുന്ന പണം നമ്മൾ കൊടുക്കണം. അതിന് ജയലക്കോട് പറ്റുമോ എന്ന് ചോദിക്കാണ്. അയാളുടെ മുമ്പിൽ തല കുനിച്ച് അയാൾക്ക് വേണ്ടി കാശുകൊടുക്കുന്നതിൽ നല്ലതാ അന്തസ്സായിട്ട് ജയിലിൽ പോയി കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും അവനെ കാശുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേസിന്റെ വഴിയിൽ പോട്ടെ, അവളെ നമ്മളൊന്നും ചെയ്തിട്ടില്ല, സത്യം തെളിയാണെങ്കിൽ തെളിയട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ പോവാണ്. അജയനും ജയനും ആകെപ്പാടെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പം അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. മുത്തശ്ശൻ എന്ത് പറഞ്ഞു ചോദിക്കുമ്പം എന്ത് പറയാനാ, അച്ഛനൊരു ടെൻഷനും ഇല്ല, അച്ഛൻ അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കാണ്. അങ്ങനെ ജയിലിൽ പോകേണ്ടി വന്നാല് ജയിലിൽ പോകുന്ന അച്ഛൻ പറയണേ, നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? വക്കീലിനെ കണ്ടിട്ടും വക്കീല് ആദ്യമേ പറഞ്ഞു ഈ കേസ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആനി വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും എല്ലാവരും വൈകുന്നേരം വരെ ഒന്ന് കാത്തിരിക്ക്, ഇന്ന് രാത്രിയോട് കൂടി എല്ലാ കാര്യങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. ജയൻ ചോദിക്കുന്നുണ്ട്, എന്ത് അവസാനം എടാ, എന്താണെന്ന് ചോദിക്കുമ്പം അനി മിണ്ടാതെ കയറി പോവാണ്. അല്ല, ഇവൻ എന്താ അജയ് പറയുന്നത്? എന്താ അവസാനം നീ പറയുന്നേ
ഈശ്വര, ഇനി അവിടെയെങ്ങാനും പോയി അവരെ തല്ലാനോ അവരെ എന്തെങ്കിലും ചെയ്യാനോ വല്ല പ്ലാനിങ് ഇവരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ആദർശ് പറയാണ്, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഇവന്റെ എടുത്തുചാട്ടാ ഒന്നും പറയാൻ പറ്റില്ല. നന്ദുവും ഇവനൊക്കെ കൂടി പണ്ട് രാത്രി പോയി അവർ എടുത്തിട്ട് അലക്കിയിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലെന്ന് ആദർശ് പറഞ്ഞിട്ട് നേരെ അനിയുടെ മുറിയിലേക്ക് പോവാണ്. അല്ല അനി, നിന്റെ ഉദ്ദേശം എന്താ? വീണ്ടും അവരുടെ വീട്ടിൽ കയറി തല്ലാനാണോ നീ പോന്നേ? അയ്യോ ആദർശേട്ടാ, അതൊന്നും അല്ല. നമുക്ക് വേണ്ട തെളിവുകൾ അവർ തന്നെ നമുക്ക് കൊണ്ടുതരും. അതിനുള്ള എല്ലാ പ്ലാനും പദ്ധതിയും ഞാൻ നന്ദുവും കൂടെ ഒപ്പിച്ചിട്ടുണ്ട്. നന്ദുവും നീവോ അപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പോഴും കാണാറുണ്ടോ? അതാണോ ആദർശേട്ടാ ഇപ്പൊ ഇവിടുത്തെ വിഷയം? അനാമികയുടെയൊക്കെ കേസ് എങ്ങനെയെങ്കിലും തോപ്പിക്കണം, അതല്ലേ നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് അത് ആദർശേട്ടന് ആദ്യം ആലേക്ക്. ഞാനും നന്ദുവും പണ്ട് തൊട്ട സുഹൃത്തുക്കളാ. എന്റെ മനസ്സിൽ ഇപ്പോൾ അവരുടെ ഇഷ്ടമുണ്ട്. നിങ്ങൾ ആരെ അംഗീകരിച്ചില്ലെങ്കിലും അവക്ക് എന്നെ ഇഷ്ടാ. പിന്നെ ഈ സിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ നിങ്ങൾ സ്വപ്നം കാണണ്ട. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ അനിയായിരിക്കും നന്ദന് വിവാഹം കഴിക്കാൻ പോവാ. അതോർത്താ കൊള്ളാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇവന്റെ ഈ മാറ്റം കണ്ട് അന്തിച്ച് നിൽക്കായിരിക്കും കേട്ടോ ആദർശ്. ഇവൻ ചിരിച്ചോടെ പുറത്തേക്ക് പോകുന്ന കാണുമ്പോ അജയൻ ചോദിക്കുന്നുണ്ട്, എടാ നീ എങ്ങോട്ട് പോവാ? അച്ഛാ, ഞാൻ പുറത്ത് എന്റെ സുഹൃത്തുക്കൾ എന്ന് കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ആദർശ് താഴേക്ക് ഇറങ്ങി വരുമ്പം ജയൻ ചോദിക്കാണ്, എന്താടാ അവൻ എന്താ പറഞ്ഞത്? അവന് നല്ല ദേഷ്യമുണ്ട് അവരോട്. ആ ദേഷ്യത്തിന് അവനെങ്ങാനും പോയി അവരെ തല്ലുവോ പിടിക്കുകയോ ചെയ്യുവോ, എനിക്ക് പേടിയാ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതൊന്നും അല്ല അച്ഛാ, ഇപ്പൊ അവൻ പറഞ്ഞതും അതൊന്നും അല്ല. നന്ദുവിന്റെ കാര്യ അവൻ പറയണത്. ഈ സമയത്തും നന്ദുവിന്റെ കാര്യത്തെ പറ്റി അവൻ പറയാ, കല്യാണം കഴിക്കുകയാണെങ്കിൽ നന്ദുവിനെ ആയിരിക്കുമെന്നും അതിനാരും തടസ്സം നിൽക്കാൻ വരില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവനോട് ഇറങ്ങിപ്പോയത്. എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അവന്റെ കാര്യം എന്നൊക്കെ പറയുമ്പോ അജയൻ പറയാണ്, പാവം അവനിപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. അവന്റെ മാനസിക നിലയെങ്കിലും തെറ്റാതിരുന്നാ മതിയായിരുന്നു എന്ന് അജയൻ പറയുന്നുണ്ട് കേട്ടോ. ജയൻ പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും എന്തായാലും അങ്ങനെ ഒരു നീക്കം എടുത്തല്ലോ. അവിടെ പോയി പെണ്ണ് ചോദിച്ചില്ലേ, ഇതേ കൊള്ളിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും ഈ വിവാഹം നടന്നേനെ. ഇപ്പോ കനകത്തിനും ഗോവിന്ദനും ഈ വിവാഹത്തോട് യാതൊരു താല്പര്യമില്ല. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാവും എന്ന് ചോദിക്കാം കേട്ടോ ജയൻ. അങ്ങനെ ജയനാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അവിടുന്ന് പോയതിനു ശേഷം നമ്മുടെ അനി നേരെ പോകുന്നത് നന്ദു അടിയിലേക്കാണ് കേട്ടോ. അങ്ങനെ ഇവരൊരു പാർക്കിൽ വെച്ച് നന്ദു അനി ഇങ്ങനെ കണ്ടുമുട്ടുന്നുണ്ട്. രാത്രി ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്ത് നന്ദു വിളിച്ച് രാജേഷിനോടും വിഘ്നേഷിനോടും ചോദിക്കുകയാണ്, എന്തായി ആ CCTV ആ ഫൂട്ടേജ് എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം ഇല്ല, അവരാരും ഉറങ്ങിയിട്ടില്ല, എന്തായാലും അവരൊന്ന് ഉറങ്ങട്ടെ. ആ CI ഒക്കെ ഏകദേശം ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരികെ പോയിരുന്നു. അതിനുശേഷം എടുക്കാൻ ഞങ്ങൾ പലതവണ ട്രൈ ചെയ്തതാണ്. പക്ഷേ അനാമികയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടെന്നേ, അതുകൊണ്ട് ഒന്നും എടുക്കാൻ സാധിച്ചില്ല. എന്തായാലും സമയം 8 മണി ആയല്ലോ, കുറച്ചുകൂടെ നോക്കാം, അവർ ഉറങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ എടുത്തോണ്ട് വരാമെന്നും പറയാൻ കേട്ടോ. അങ്ങനെ നന്ദുവാനിയും അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. ഈ സമയത്ത് അനാമികയൊക്കെ ഉറങ്ങിയ സമയം നോക്കിയിട്ട് രാജേഷും വിഘ്നേഷും കൂടി അവർ വെച്ച ക്യാമറ എല്ലാം എടുത്തോണ്ട് വരുന്നുണ്ട്. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് നന്ദുവിന്റെ ലാപ്ടോപ്പിൽ അവർ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴേക്ക് നന്ദുവിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. നന്ദു ആണെങ്കിൽ രാജേഷിന് വിഘ്നേഷ് ഒരുപാട് നന്ദിയൊക്കെ പറയാൻ കേട്ടോ. നന്ദു അനിയും പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് ഇതും കൊണ്ട് അനന്തപുരിയിലേക്ക് പോയാലെന്ന് പറയുമ്പം അനി പറയാണ്, നീ അങ്ങോട്ടേക്ക് വരണ്ട, വന്നാ വെറുതെ എന്റെ അമ്മയുടെ വായിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരും, നീ വീട്ടിലേക്ക് പോയിക്കോ. അത് മാത്രല്ല നിന്റെ ലാപ്ടോപ്പ് ഞാൻ എടുക്കാണ്. നന്ദു പറയുന്നുണ്ട്, അതിന് നിന്റെ ഫോണിലേക്ക് ഒന്ന് കോപ്പി ചെയ്താൽ മതി, എന്റെ കയ്യിലും ഒരു കോപ്പി കിടക്കട്ടെ, അത് ആവശ്യം വരും, നിന്റെ കയ്യിലോട്ടും ഒരു കോപ്പി സെൻഡ് ചെയ്തേക്കാം എന്നും പറഞ്ഞിട്ട് അവന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒറിജിനൽ ആ ഒരു ഫുട്ടേജ് നന്ദുവിന്റെ കയ്യിലും വെക്കാണ്. അനിയാണെങ്കിൽ ഈ ഫോണും കൊണ്ട് നന്ദുവിനെ ഒരു ഹഗ്ഗൊക്കെ ചെയ്തിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി അവിടുന്ന് അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട്. എല്ലാവരും ഹാളിൽ ഇരിക്കാം കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഡാ സമയം കണ്ടോ, 9:30 നീ ഇതുവരെ എവിടെ പോയിരുന്നതാ? നേരത്തെ അത്താഴം കഴിക്കണമെന്നും 10 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്നും നിനക്ക് അറിയില്ലെന്ന് ചോദിക്കുമ്പം അത് പിന്നെ മുത്തശ്ശ, ഞാൻ ആഹാരം കഴിക്കാൻ വന്നതേ ഉള്ളൂ, 9:30 ആയുള്ളൂ എന്ന് പറയുമ്പോ ആഹാരമൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ഈ രാത്രി കറക്കം ഇനി എല്ലാവരും അങ്ങ് അവസാനിപ്പിച്ചോ, ആർക്കും ഒരു മര്യാദ ഇല്ലാതെ വരിക ഇപ്പോ എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പം മുത്തശ്ശ, ഞാനേ അത്യാവശ്യം ഒരു കാര്യത്തിന് പോയതാ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ മോനെ എന്താന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, അല്ല എല്ലാവരും ഉണ്ടല്ലോ അല്ലേ, ആരോടും മിസ്സല്ലല്ലോ എന്ന് പറയുമ്പോ എല്ലാവരും ചുറ്റിങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ. അഭി സഹിതമുണ്ട്. അങ്ങനെ അനി പറയാണ്, നിങ്ങളെല്ലാരെയും ഞാനൊരു സിനിമ കാണിക്കാൻ പോവാണ് എന്ന് പറയുമ്പം മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താണ് ഈ പാതിരാത്രി നിനക്ക് പ്രശ്നം എന്ന് ചോദിക്കുമ്പോ നയന ചോദിക്കുന്നുണ്ട്, സിനിമയോ രാത്രിയിലോ നിനക്ക് എന്താ അനി പറ്റിയെന്ന് ചോദിക്കാണ്.
ഏടത്തി ഏടത്തി ഇത് പ്രത്യേകം കാണേണ്ട ആള്, ഏടത്തിക്ക് പ്രിയപ്പെട്ട ഒരാളിനകത്തുണ്ട്, അതുകൊണ്ട് കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് ആ ഫോണിലെ ആ ഒരു വീഡിയോ കൊണ്ടുവന്ന് അവൻ TV കളക്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ TV കണക്ട് ചെയ്തതിന് ശേഷം അവന് ആ കൃത്യമായിട്ട് 3 പേര് കയറുന്ന ആ സമയം എടുക്കാണ്. ഈ സമയത്ത് ആദ്യം അനാമിക വേണുവും നമ്മുടെ രേവതിയും കൂടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. കയറി വാ സാറേന്നും പറഞ്ഞിട്ട് ആ വക്കീലിനെയും വിളിച്ചു കയറ്റാണ് കേട്ടോ. തൊട്ട് പിന്നാലെ തന്നെ ആ നമ്മുടെ CA ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ കയറി വരുന്ന കാണുമ്പോഴേക്കും ആദർശ് നായനി പരസ്പരം മുഖത്തോട് മുഖം നോക്കാണ്. നയന് ചോദിക്കുന്നുണ്ട്, അത് CA അല്ലേ, CA ഇവരോട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കുമ്പം അനി പറയാണ്, അതല്ലേ ഞാൻ പറഞ്ഞത് ഏടത്തിക്കരോട് പ്രിയപ്പെട്ട ആളുണ്ടെന്ന്, ഇപ്പൊ കണ്ടില്ലേ നിങ്ങളുടെ CA മരുമോന്റെ ഗുണം എന്ന് ചോദിക്കാണ്. ആദർശ് പറയുന്നുണ്ട്, നീ മിണ്ടാതിരിടാ, അയാൾ എന്തിനാ വന്നെന്ന് നമുക്ക് കാണണമല്ലോ എന്ന് പറയുമ്പോൾ കാണണം അതൊക്കെ നിങ്ങൾ കേൾക്കേണ്ടതാ എന്നും പറഞ്ഞിട്ട് വോളിയം കൂട്ടി വെച്ചിട്ട് അവ മാറി നിൽക്കാണ്. ഈ സമയത്ത് വേണു പറയുന്നുണ്ട്, വക്കീൽ സാറേ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാരണവശാലും ആ കുടുംബത്തിലുള്ള ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല, എല്ലായിടത്തിനെ പിടികൂടണം, ആ കിളവനെ കിളവി സഹിതം എല്ലാണോ ജയിലിൽ കിടക്കണം അതിന്റെ ആഗ്രഹ, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന പോലെ പുറത്തു വെച്ച് എനിക്ക് 50 കോടി രൂപ തരണം, അങ്ങനെ 50 കോടി രൂപ തന്നില്ലെങ്കിൽ ആ കിളവനെയും കിളവിയെയും ആ വീട്ടിലുള്ള എല്ലാത്തിനെയും ഞാൻ ജയിലിൽ കയറ്റും എന്ന് പറയാണ്. ഈ സമയത്ത് വക്കീല് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്ടിലെ എന്റെ ഓഫീസിലെ CCTV ആ മൂർത്തി നിങ്ങളെ അടിക്കുന്ന ദൃശ്യം കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. പിന്നെ പബ്ലിക് പ്ലേസിൽ വെച്ച് അനി അനാമിയുടെ കണ്ണത് തല്ലിയതും അവിടുന്ന് CCTV ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് വലിയൊരു തെളിവാ. പിന്നെ ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോൾ ഡീറ്റെയിലായിട്ട് എഴുതി തന്നിട്ടുണ്ടല്ലോ, മോള് കരഞ്ഞങ്ങോട്ട് അഭിനയിച്ചാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വക്കീലങ്ങൾ ഏറ്റു എന്ന് പറയാണ്. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എത്ര കിട്ടിയാലും കിട്ടുന്നതിന്റെ 25% അതെനിക്കുള്ളതാ, അതൊക്കെ തരാ എന്റെ പൊന്നു വക്കീലെ, നിങ്ങൾ ഈ കാര്യം നടപ്പിലാക്കിത്താ. ആ മൂർത്തിയും ആ കിളവിയും ആ കുടുംബം ഒന്നാകെ എല്ലാവരും കരയണം, എന്റെ മുമ്പിൽ പട്ടിയെ പോലെ ഓച്ചാരിച്ച് നിൽക്കണം എന്നൊക്കെ വേണു പറയാണ്. വക്കീല് പറഞ്ഞിട്ട്, അതെല്ലാം ഞാൻ ഏറ്റടോ, താൻ കണ്ടോ ഞാൻ ആരാണെന്ന്, കോടതി വെച്ച് മൂർത്തിയെയും കുടുംബത്തെയും ഞാന് നിർത്തി പോരിക്കും എന്നൊക്കെ പറയുമ്പോ CA പറയുന്നുണ്ട്, അതിന് കൂടെ ഞാനും ഉണ്ട്, നിങ്ങക്ക് എന്ത് തെളിവ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഒപ്പിച്ചു തന്നോളാം. ഇപ്പോഴേ ഞാൻ നന്ദുവിന്റെ വീട്ടിലെ കണ്ണിലുണ്ണിയാ, അത് മാത്രല്ല അനന്തപുരയിലെ ആദർശിനും നയനിക്കും ഒക്കെ എന്നെ ഭയങ്കര കാര്യ. പിന്നെ വേറെത്തിനുണ്ടല്ലോ അബി, അവനിടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാറൊക്കെ ഉണ്ട്, എന്റെ സഹായം വെള്ളം ചെയ്തു തരാന്നേ അവനും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോ എല്ലാരും അബി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അല്ല ഞാനേ നമ്മുടെ നന്ദുവിന് വിവാഹം കഴിക്കാൻ വന്ന പയ്യനായോണ്ട് ചെയ്തതാ എന്ന് അബി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാരും വീണ്ടും TV ശ്രദ്ധിക്കാണ്. ആ CA പറയുന്നുണ്ട്, എന്തായാലും ഉടനെ ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാ, അതിന് തടസ്സം നിൽക്കുന്നത് അനിയ, അവനെ പൂട്ടണം, അവനെ തീർക്കാന്നൊക്കെ ഞാൻ ആദ്യം കരുതിയതാ, പക്ഷെ വേണ്ട, കറങ്ങിത്തിരിഞ്ഞ് കേസോ മറ്റോ ആയാലേ നന്ദു പിന്നെ ജീവിതകാലത്ത് എനിക്ക് അവളെ കിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ടെന്ന് ഞാൻ വെച്ചതാ. ഇനിയിപ്പൊ എന്തായാലും ഞാൻ അതിന് പിന്മാറാൻ ഉദ്ദേശമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ഇവനെ അകത്താക്കണം, അതാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് സഹായം ചോദിച്ചാലും അതെല്ലാം ഞാൻ ചെയ്തു തരും, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് അകത്താക്കിയാൽ മതി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അവൻ അകത്തിറങ്ങുന്ന അതേ സമയത്ത് വേണം എനിക്ക് നന്ദുവിന്റെ കാര്യത്തിൽ താലി കെട്ടാൻ. നന്ദുവിന്റെ 2 ചേച്ചിമാരുണ്ട് ആ അനന്തപുരത്തറവാട്ടിൽ, അവളുമാരും എനിക്ക് നല്ല സപ്പോർട്ടാ, അവളുമാരെ കെട്ടിയന്മാരും. പിന്നെ എനിക്ക് എന്ത് വേണം? നന്ദുവിന്റെ അമ്മയോടും അച്ഛനോടും പോയിട്ടെ ആ കിളവനും കിളവിയും പറഞ്ഞതാ എന്റെ കല്യാണത്തിന് അവർ സപ്പോർട്ട് നിൽക്കാം, കൂട്ടു നിൽക്കാന്ന്. എല്ലാ ആ സമയം ജയിലിലായിരിക്കും, പിന്നെ എങ്ങനെ എന്നെ ആശീർവദിക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ CA കിടന്ന് ചിരിക്കാണ്. ഇതെല്ലാം കേട്ട് നയനെ നവിയും ആകെപ്പാടെ ചമ്മി നിൽക്കാണ്. രണ്ടുപേരും പറഞ്ഞല്ലോ ആ കേസിന് സമ്മതിച്ചതാണല്ലോ, അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വക്കീലാണെങ്കിൽ എല്ലാവരോടും ഇരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലോ അന്ന് പറഞ്ഞതുപോലെ ആ കിളവന്റെയും കിളവിനെയും പേര് സഹിതം നമുക്ക് ഇല്ലാത്ത കേസ് ഉണ്ടാക്കണം. ആ ജാനകിയും ജലജനെയും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒഴിവാക്കിയത്? അവളുമാരുടെ പേരിൽ കൂടെ കേസ് കൊടുക്കത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, അവർ രണ്ടുപേരും എന്നെ അങ്ങനെ കൂടുതൽ ഉപദ്രവിച്ചിട്ടില്ല, അത് മാത്രല്ല ആ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അവരെന്നെ വിളിച്ചറിയിക്കുന്നത് പിന്നെ അഭിയേട്ടനും, അവരെ ഞാൻ പിണക്കിയാലേ ശരിയാവില്ല. ഈ കേസൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റ് ആവുന്നത് വരെ അവരുടെ സപ്പോർട്ട് എനിക്ക് വേണം, അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ അവരുടെ പേരിലുള്ള കേസ് കൊടുത്തേനെ എന്ന് പറഞ്ഞു കേൾക്കുമ്പം ജാനകി അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. എന്താണേലും ഒരുത്തരെയും ഞാൻ വിടാൻ പോകുന്നില്ല, ആ നയനെയും ആദർശവും അതുപോലെ ആ കിളവനും കിളവിയും അതുപോലെ നവ്യയും അനിയും അതിനൊരു അച്ഛനും എല്ലാവരെയും ഞാൻ കൊടുക്കാൻ പോവാ എന്ന് അനാമിക പറയുമ്പോ
മോളെ പിന്നൊരു കാര്യം, കോടതിയിൽ വെച്ച് മോള് നന്നായി കരഞ്ഞോണം. മോളെ അടിച്ച് അവർ തറലിട്ടെന്നൊക്കെ പറയണം. അതുപോലെ ഭക്ഷണം തന്നില്ലെന്നും സ്ത്രീധനത്തിന്റെ പേരിൽ മോളെ കുറെ ഉപദ്രവിച്ചെന്നൊക്കെ പറയണം. എല്ലാവരും കൂടെ മാറി മാറി മോളെ ഉപദ്രവിക്കായിരുന്നെന്നും മോൾക്ക് ഭക്ഷണം തന്നില്ലെന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും ഒക്കെ പറയണം കേട്ടോ എന്ന് പറയുമ്പം അനാമിക പറയാണ്, അതെല്ലാം ഞാൻ ഏറ്റു സാറേ, ഒരു പ്രശ്നമില്ല, അതെല്ലാം തന്നെ ഞാന് സെറ്റാക്കിക്കോളാം. എനിക്കറിയാല്ല പറയാനായിട്ട്. ഇന്നേ വരെ എന്നെ അവിടെയുള്ള ആരും ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ നയനും നവിയും എന്നെ ഒരു തവണ തല്ലിയിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, ആ വീട്ടിലെ ഒരു മൂത്ത മരുമകളുണ്ടല്ലോ, ആ ദേവയാനി, അവരൊരു തവണ പാല് കുടിച്ചിരുന്നു, വിഷം കലങ്ങിയ പാല്, അത് കൊടുത്തതേ ഞാനാ എന്ന് പറയുമ്പോ വക്കീല് ചോദിക്കാണ്, മോൾ എന്താ ഈ പറഞ്ഞേ? അതൊക്കെ വധശ്രമമാ. അതെങ്ങാണം അവര് കോടതിയിൽ പറഞ്ഞ അത് വലിയൊരു തെളിവാവില്ലേ? എങ്ങനെയാവാനാ സാറേ? അത് കുറെ നാൾ മുമ്പാ. ആ സമയത്ത് പോലീസ് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായനെ കണ്ടുപിടിച്ചേനെ. ഇപ്പൊ അതിന് തെളിവൊന്നുമില്ല, അത് കണ്ടുപിടിക്കാനും പോകുന്നില്ല. അതൊക്കെ ഞാൻ പക്ക പ്ലാൻ ചെയ്തതാ എന്ന് പറയുമ്പോ വേണു പറയാണ്, അതെ സാറേ, അന്നേ അവിടെ മൂത്തൊരു മരുമകളുണ്ട്, നവ്യ എന്നവളുടെ പേര്. അതായത് ഈ നിൽക്കുന്ന സാര കെട്ടാൻ വന്ന പെണ്ണിന്റെ ചേടത്തി. അവൾ എന്റെ മോക്കട്ടെ ചെറിയൊരു പണി കൊടുത്തു. അവളൊന്ന് ഗർഭിണിയായിരുന്നു. ആ കൊച്ചിനെയും അവളെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയേ ഞങ്ങൾ പ്ലാൻ ചെയ്ത പണിയാ. പക്ഷെ എന്ത് ചെയ്യാനാ, അത് കുടിച്ചതാട്ടെ ആ ദേവയാനിയും. അങ്ങനെ അവര് ആശ്രയിലായി, അവരെ കരള് പോയി, അവരുടെ മരുമകൾ കരള് കൊടുത്തു. അങ്ങനെ ഇപ്പൊ മരുമകളും അമ്മ നമ്മെ സ്നേഹത്തിലാ നിൽക്കുന്നേ എന്ന് പറഞ്ഞു കേൾക്കുമ്പം എല്ലാരും ഞെട്ടി നിൽക്കാണ്. ദേവയാനി ചോദിക്കുന്നുണ്ട്, ജാനകി, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അത് ആരാ ചെയ്തെന്ന്? നവ്യെ ഇല്ലാതാക്കാൻ വേണ്ടി മനഃപൂർവ്വമായും നിന്റെ മരുമകളും വീട്ടുകാരും ചേർന്ന അത് ചെയ്തത്. ഇപ്പോഴെങ്കിലും നീ അത് വിശ്വസിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോ ജാനകിന് മിണ്ടാതെ തലകുനിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോ അനാമിക പറയുന്നുണ്ട്, അതെ, അന്ന് കുറച്ചൊന്ന് പാളിപ്പോയി, അല്ലെങ്കിൽ ആ നവ്യ ഈ ലോകത്തിനും ഉണ്ടായിരുന്നില്ലായിരുന്നു. അത്രയ്ക്കും വീരയും കൂടി വിഷ ഞങ്ങൾ കൊടുത്തേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വക്കീല് പറയുന്നുണ്ട്, ഈ കേസ് എങ്ങാനും കുത്തിപ്പൊക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ നമ്മൾ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോ അനാമിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ സാറേ, അതിന്റെ പേരില് അവർക്കൊരു തെളിവില്ല. ഞാൻ കോടതി നിന്നങ്ങ് വാദിക്കും. എന്റെ പേരില് കള്ളക്കഥ ഉണ്ടാക്കി പറയാണെന്ന്, എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണെന്നൊക്കെ ഞാൻ അങ്ങ് പറയും. മീരയുടെ ഭാഗത്തുനിന്നും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും വിശ്വസിക്കുള്ളൂ എന്നും അനാമിക പറയാണ്. സിഐ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്താൽ ശരി, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കണം. എങ്കിലും മാത്രമേ ആ അനിയെയും വീട്ടുകാരെ നമുക്ക് പൂട്ടാനൊക്കെ ഉള്ളൂ. അനിയനെയും എന്നെ ആ പോലീസ് സ്റ്റേഷനിൽ നാണം കിടത്തിയ ആ മൂർത്തി എന്ന് പറഞ്ഞ കിളവനെയും അയാളുടെ പെണ്ണുമ്പിള്ളേനെയും അയാളുടെ വീട്ടുകാരെ എല്ലാവരെയും ജയിലിലാക്കണം. അത് ഞാൻ തന്നെ ചെയ്യണോടോ, എന്റെ അത് വാശിയാത് എന്ന് അയാൾ പറയുന്നതും എല്ലാരും കേൾക്കാണ്. അങ്ങനെ വക്കീല് പറയുന്നുണ്ട്, വേണു മറക്കല്ലേ കേട്ടോ, ആദ്യ സിറ്റിംഗ് ആരംഭിക്കാൻ പോവാ. ഞാനേ പക്കാട്ട് പ്രിപ്പയർ ചെയ്തിരിക്ക, 25% അത് മറന്നേക്കല്ലേ? ഇല്ലടോ വക്കീലെ, അത് ഞാൻ മറക്കില്ല. ഇനിയിപ്പോ പുറത്തു വെച്ച് ഇയാളെ സമ്മതിച്ചില്ലെങ്കിലുവേ എന്റെ മോക്ക് ഡിവോഴ്സ് വേണമല്ലോ, ആ കേസും നമ്മളതിൽ ഉൾപ്പെടുത്തുവാണല്ലോ. അപ്പൊ ജീവനാംശം തരാൻ ആ വക്കീലും കുടുംബക്കാരും ബാധ്യസ്ഥരാ. വക്കീലല്ല കേട്ടോ, ആ മൂർത്തിയും കുടുംബക്കാരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവർ തന്നേ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ചാലും ഞാനൊരു 50 കോടി അങ്ങ് ചോദിക്കും. ഇനി കേസ് തോറ്റാലും ജയിച്ചാലും ആ ഡിവോഴ്സ് നടന്നാലും പുറത്തു വെച്ച് ഇനി ഒത്തീർപ്പ് നടന്നില്ലെങ്കിൽ പോലും നമുക്ക് 50 കോടി കിട്ടുവടോ എന്ന് പറയാണ്. അതിനുള്ള ഏർപ്പാടൊക്കെ താൻ തന്നെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് വക്കീൽ എവിടെ നിന്ന് പോകുന്നുണ്ട്. സിഐ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം. പുറത്തു വെച്ച് അയാളെ കാശൊന്നും പറഞ്ഞ് നിങ്ങളെ കേസ് വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കേസ് നടത്തണം. പുറത്തു വെച്ച് അവർ പൈസ തരട്ടെ, അത് നിങ്ങൾ മേടിക്ക്. എന്നിട്ട് കേസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു നീക്കുപോക്കും ഉണ്ടാവരുത്. ആ അനിയും കുടുംബവും ജയിലിൽ കിടക്കണം. ആ സമയത്ത് വേണം എനിക്ക് നന്ദുവിന്റെ കാര്യത്തിൽ താലി കിട്ടാൻ എന്ന് പറയാണ്. അനാമിക പറയുന്നുണ്ട്, ഞങ്ങൾ ഇടയ്ക്കും നിങ്ങളെ വീഡിയോ കാണിച്ചതാണല്ലോ, ആ അനിയും ആ നന്ദുവും കൂടി പാർക്കിൽ കറങ്ങാൻ പോകുന്നതും ജ്യൂസ് ഒരുമിച്ച് കുടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചതല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് നന്ദുവിനെ തന്നെ വേണോ? എനിക്ക് നന്ദു എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഇഷ്ടാ. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം എന്നുള്ളത് എന്റെ ഒരു വാശിയാ എന്ന് സി പറഞ്ഞിട്ട് അതിന് പിന്നിലൊക്കെ എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. അനാമിക പറയാണ്, അതെന്തേലും ആയിക്കോട്ടെ, അവൾ ആറുകൂടെ പോയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ അനി എന്ന് പറഞ്ഞ കൊണ്ട് മാത്രം അവള് ജീവിക്കാൻ പാടില്ല, അതെന്റെ ഒരു വാശിയാ. അവൻ വേറെ ഏതേലും പെണ്ണെ കെട്ടിക്കോട്ടെ എന്നും പറയുന്നുണ്ട്. എന്തായാലും എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് സിയെയും അവിടുന്ന് പോകുന്നുണ്ട്. ഇവരെല്ലാം പോയതിനു ശേഷം അനാമികയും രേവതിയും അതുപോലെ വേണുങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തൊരു ആക്രാന്തമാ ആ വക്കീലിന്. 25% എന്ന് പറഞ്ഞാൽ 10-11 കോടി രൂപ അങ്ങ് പോയില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ വേണു പറയാണ്, അത് പിന്നെ കായ് നടക്കണ്ടേ രേവതി, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അയാളാ ഇത്രയും പൈസ കയറ്റി വെച്ചിരുന്ന പ്രയോജനം കിട്ടുന്ന വല്ല ഉറപ്പുണ്ടോ?
അപ്പൊ അനാമിക പറയാണ്, അമ്മേ കോടതിയിലെ പെർഫോമൻസ് അമ്മ കാണാൻ പോണേ ഉള്ളൂ, അപ്പൊ അറിയാം ഈ അനാമിക ആരാണെന്ന്. ആ കോടതിയിൽ നിന്ന് പിരിഞ്ഞിറങ്ങുമ്പോ ഒന്നെങ്കിൽ അവൻ എല്ലാത്തിനും ജയിലിലാക്കും, ജയിലിലാക്കിയാലും നമുക്ക് ലാഭമുള്ളമ്മേ. ജീവനാംശം എന്ന പേരില് ഞാൻ കുറെ പണം തട്ടും, അവന്റെ പകുതി സ്വത്തെങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വാദിക്കും, അത് തരാൻ ഏത് കോടതിയും തയ്യാറാവും. അല്ലെങ്കിൽ പുറത്തുവച്ചൊരു സെറ്റിൽമെന്റ്, അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്താലും ആ കേസൊന്നും തലയിടാൻ അവൻ പോണില്ലമ്മേ, അവന് വേറെ കേസേ ഞാൻ കൊടുക്കും എന്ന് അനാമിക അവിടുന്ന് ദാഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. വേണു പറയാണ്, രേവതി നമ്മുടെ അനാമിക പോയതിനു ശേഷം വേണു തന്നെത്താനെ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്, ദേ നിനക്കറിയാലോ നമുക്ക് 3 കോടി രൂപ കടമുണ്ട്, ഈ വീടും പണയത്തിലാ, ഇതെല്ലാം തിരിച്ചു പിടിക്കണം. മോൾ എങ്ങനെയും ആ കാമകന്റെ കൂടെ പോകുമ്പോഴേ ബാക്കി പൈസ അവള് കൊണ്ടുപോകുന്നു പറഞ്ഞിരിക്ക, വക്കീലിന് പോയി കഴിഞ്ഞാൽ ബാക്കി 40 കോടി രൂപ അടുത്ത് കിട്ടും. അവള് നമുക്ക് 3 തന്നിട്ട് ബാക്കി പൈസ കൊണ്ട് പോവാന്നാ ഇപ്പൊ എന്റെ പേടി. അതേ വേണുട്ടാ, അവള് പറഞ്ഞത് ഞാൻ കേട്ടതാ, അത് വരാൻ പാടില്ല, 50-50 എടുക്കണം. അവൾ 6 കാമുവിലൂടെ പോയാലും നമുക്ക് അതിന്റെ പകുതി പണം കിട്ടണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവരും അവിടുന്ന് പോവാണ് കേട്ടോ. അപ്പൊ ഇത്രയും സംഭവങ്ങള് ഈ നമ്മുടെ അനന്തപുരിയിൽ നിന്നുകൊണ്ട് എല്ലാവരും വീട്ടിൽ കണ്ടോണ്ടിരിക്കുകയാണ്. വേണും രേവതിയും സ്വന്തം മോളെ പോലും പറ്റിച്ചോണ്ടിരിക്കുകയാണെന്ന് ഇവര് മനസ്സിലാക്കി. ജാനകിയോട് പോയിട്ട് ദേവേനെ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് ജാനകി, നിന്റെ മരുമകളുടെയും അവരുടെ കുടുംബക്കാരുടെ സ്വഭാവം നിനക്ക് മനസ്സിലായല്ലോ? നീ പറഞ്ഞല്ലോ നയനയാണ് എനിക്ക് പാൽ വിഷം കലർത്തിയെന്ന്, ഇപ്പൊ മനസ്സിലായില്ലേ ആരെ കലർത്തിയെന്നൊക്കെ? നിന്റെ മരുമകളും അവരുടെ അമ്മയച്ഛനും കൂടിയാ. അവരുടെ വായന കേട്ടപ്പോ നിനക്കിപ്പോ സമാധാനമായല്ലോ എന്ന് ചോദിക്കാണ് കേട്ടോ. എന്നിട്ട് അഭി പറയുന്നുണ്ട്, അതെ ഞാൻ അവർക്ക് വശം പിടിച്ചെന്ന് പറഞ്ഞാല് ഞാൻ നന്ദുനെ കെട്ടാൻ പോകുന്ന ആളായതുകൊണ്ട് സംസാരിച്ചതാ, അത് പിന്നെ ആദർശിനെ പോയി സംസാരിച്ചിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പം ആദർശ് പറയാണ്, ഇയാളുടെ മനസ്സിൽ ഇത്ര വിഷമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ, നമ്മളുടെ കുടുംബത്തിനെ ജയിലിൽ കയറ്റാനാ അവന്റെ ആഗ്രഹമെന്ന് അവൻ പറഞ്ഞത് കേട്ടോ എന്ന് പറയാണ്. ആനി പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരോടും ഞാൻ പറഞ്ഞാലേ അയാളുടെ സ്വഭാവം ശരിയില്ലെന്ന്. നവേച്ചി നയനേച്ചിക്കും ആയിരുന്നല്ലോ അവനെ കൊണ്ട് അവനെ കെട്ടിക്കാൻ വലിയ താല്പര്യം, ഇപ്പൊ എന്തായി എന്ന് ചോദിക്കാണ് കേട്ടോ. നയന പറയുന്നുണ്ട്, അമ്മയുടെ അച്ഛനോടും ഞാൻ സംസാരിക്കട്ടെ ആദർശേട്ടാ എന്ന് പറയുമ്പോ മുത്തശ്ശൻ പറയാണ്, എന്തായാലും അതൊക്കെ വരട്ടെ. അല്ലടാ ഈ വീഡിയോ ആരാ എടുത്തേ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, വിഘ്നേഷിനോടും രാജേഷിനോടും ഞാനൊന്നും പറഞ്ഞു വിട്ടതാ, അവന്മാരാ അവരുടെ വീട്ടിൽ പോയിട്ട് ഈ വീഡിയോ എടുത്തേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ദൈവം അങ്ങനൊന്നും കൈവിടാൻ പോണില്ല, ഈ ഒറ്റ തെളിവ് മതി കോടതിയിൽ കാണിക്കാൻ, വേറെ വക്കീലിന്റെയോ വേറെ വിചാരണയുടെയോ ഒന്നിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ അവർക്ക് ജീവനാംശവും കിട്ടില്ല, 50 കോടിയും കിട്ടില്ല, നമ്മളാരും ജയിലിലും പോകണ്ട, ഈ തെളിവ് മാത്രമേ നമ്മുടെ കയ്യില് എന്നും പറയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അനി ഈ ഒരു തെളിവ് നിന്റെ കയ്യിൽ നഷ്ടപ്പെടാതെ നീ സൂക്ഷിച്ചോണം, വക്കീലിന്റെ കയ്യിലും കൊടുക്കണ്ട, നമ്മൾ ആ പോകുന്ന ദിവസം അത് കൊടുത്താൽ മതി എന്ന് പറയാണ്. ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനെ വിളിച്ചിട്ട് ഈ കാര്യമെല്ലാം കനകത്തിനോടും ഗോവിന്ദനോടും പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പം അവർക്കും വലിയ സങ്കടമാകുന്നുണ്ട്. നയന ഫോൺ കട്ടാക്കിയതിനു ശേഷം കനകം പറയുന്നുണ്ട്, സച്ചിമോൻ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ കരുതിയില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും അവൻ അവരുടെ കൂടെ കൂടിയിട്ട് ഇമാതിരി പണിയൊക്കെ കാണിച്ച് എന്ന് ചോദിക്കുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് പിന്നെ അവൻ അനിയെ ജയിലിൽ കയറണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അനിയെ ജയിലിൽ പോയാലേ അവന് നന്ദനെ കിട്ടുള്ളെന്ന് സച്ചിമോന് തോന്നലുണ്ടായി കാണും, അതുകൊണ്ടായിരിക്കും ആ പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറയാണ്. അവരുടെ മനസ്സിൽ അപ്പോഴും സച്ചി വലിയ പുള്ളി തന്നെയാണ് കേട്ടോ. അവര് അനിയനെ ജയിലിലാക്കിയിട്ട് നന്ദനെ കിട്ടാൻ വേണ്ടി തന്നുള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണെന്ന് കരുതിക്കൊണ്ട് അവരപ്പോഴും മറുത്ത് ഒന്നും പറയുന്നില്ല. സച്ചിമോൻ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നന്ദു വന്നിട്ട് കനകത്തോടും ഗോവിന്ദനോടും പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരിക്കേ, നിങ്ങളുടെ സച്ചിമോന്റെ സ്വഭാവം എന്താണെന്നേ ശരിക്കും ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവളെ ലാപ്ടോപ്പിൽ ആ വീഡിയോ കാണിക്കാം കേട്ടോ. എന്നിട്ട് പോലും കനകം ഗോവിന്ദനും ഒന്നും മനസ്സിലാക്കുന്നില്ല. കനകം പറയാണ്, അവൻ പിന്നെ മോള് അനിയെ സ്നേഹിക്കുന്നു പേടിച്ച് ചെയ്യുന്നതാ എന്ന് പറയുമ്പം അമ്മയ്ക്കും അച്ഛനും ഇത്രയ്ക്ക് വിവരമില്ലേ, അവനൊരു ഫ്രോഡാണെന്ന് അവന്റെ പറച്ചിൽ തന്നെ മനസ്സിലാവുന്നില്ലേ, എന്നെ വിവാഹം കഴിച്ചിട്ട് അവൻ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അമ്മയ്ക്ക് അപ്പൊ പോലും മനസ്സിലായില്ലേ, എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പോയാലും അയാളുടെ തലയെ കെട്ടിവെച്ച് എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പം മോളുടെ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമാധാനമാവും, പിന്നെ അനന്തപുരം തറവാട്ടിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞിട്ടും അവന്റെ കൂടെ നിങ്ങൾ കെട്ടിക്കാൻ നോക്കുകയാണെങ്കിലേ ഞാനും ചിലർ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നന്ദു അകത്തേക്ക് പോവാണ് കേട്ടോ. ഇതേ സമയത്ത് ഇവിടെ നിന്ന് എല്ലാ സംഭവങ്ങളും നമ്മുടെ അബി നേരെ പോയിട്ട് അനാമികനെ വിളിച്ചറിയിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ക്യാമറ വെച്ചെന്നും അതിലെ CAയും വക്കീലൊക്കെ സംസാരിക്കുന്ന ആ ഫുട്ടേജ് എല്ലാം അനിയുടെ കയ്യിലുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് അനാമികയും അതുപോലെ നമ്മുടെ വേണുവൊക്കെ ആകെ
ആകെപ്പാടെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് കാണാൻ പറ്റുമോ, നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അബിയെ അവരെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് പൊട്ടത്തരമാണ് ചെയ്തത്, എല്ലാം ഒന്ന് ശ്രദ്ധിക്കണ്ടേ. അവർ ഈ ഒരു കോണിലെങ്ങാണ്ട് കൊണ്ട് 2 ക്യാമറ വെച്ചത്. നിങ്ങൾ പറഞ്ഞത് സംസാരിക്കുന്നതെല്ലാം അവർക്ക് കൃത്യമായി തന്നെ കേൾക്കാം. അന്ന് സംസാരിച്ച എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ റെക്കോർഡായിട്ടുണ്ട്. വിഷം കൊടുത്തത് അനാമികയാണെന്നും അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അനാമിക കാമുകനൂടെ പോകാനാണ് കാശെന്നും നിങ്ങളുടെ കടങ്ങൾ വിട്ടാനാണെന്നും ഉള്ള എല്ലാ സംഭവങ്ങളും ആ വീഡിയോയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പം അവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അല്ല മോനെ, നമുക്കത് വീഡിയോ ആണെന്നും പറഞ്ഞ് എല്ലായിടത്തും പറഞ്ഞാലും ചോദിക്കുമ്പം അതൊന്നും നടക്കാൻ പോകുന്നില്ല. വീഡിയോ ഏതാണ്, ഒറിജിനൽ ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഇപ്പം എളുപ്പമാണ്. അതൊക്കെ അവർ ചെയ്താ ഒറിജിനലാണെന്ന് അവർ കണ്ടുപിടിക്കുകയും ചെയ്യും. അതേ അല്ലെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ നിമിഷം നേരം മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താ ഇപ്പോൾ ഒരു വഴിയും ചോദിക്കുമ്പോൾ അതറിയില്ല. എന്തായാലും അവന്റെ ഫോണിലാണ് ആ മെമ്മറി കാർഡ് ഉള്ളത്, ആ അനിയുടെ ഫോണില്. അങ്ങനെയാണെങ്കിൽ മോനെ അനിയുടെ ഫോൺ അങ്ങ് എടുത്താൽ പോരെ, അതെടുത്താല് ആ ഒരു ഇത് നമുക്ക് കിട്ടുമല്ലോ, വലിയൊരു തെളിവിന് നശിക്കാൻ പോവല്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് 50 കോടി രൂപ കിട്ടാൻ പോവാ, അതിന് തെളിവാണ് ആ നശിക്കാൻ പോണത്. ആ തെളിവെങ്ങാനും കോടതിയിൽ പ്രസന്റ് ചെയ്താ തീർച്ചയായും നിങ്ങൾ ഉറപ്പായും കോടതിയിൽ കുടുങ്ങും. നിങ്ങൾക്ക് 50 ലക്ഷം പോയിട്ട് 50 പൈസ പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ വേണു പറയാണ്, അതെ നീ പറഞ്ഞത് ശരിയാ, ആ ഒരു തെളിവെങ്ങാനും കോടതിയിൽ പോയാൽ ഒരിക്കലും ഞങ്ങൾക്ക് നീതി കിട്ടാൻ പോണില്ല, നീതിയല്ല നമുക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും പണം ലഭിക്കില്ല എന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ അവന്റെ ഫോൺ എടുത്തു തരാം, മെമ്മറി കാർഡ് എടുത്തു തരാം, എല്ലാ തെളിവുകളും ഞാൻ തരാം, പക്ഷെ കിട്ടുന്നതിന്റെ ഒരു ഷെയർ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ വേണു ചോദിക്കാണ്, മോനെ അത് അല്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അവിടുന്ന് 1 രൂപ പോലും കിട്ടാൻ പോകുന്നില്ല, ഞാൻ ചോദിച്ചത് 50 കോടിന്ന് 1%. മോൻ എത്ര ഉദ്ദേശിക്കുന്നു ചോദിക്കുമ്പം 10 കോടി രൂപ അത് മതി എനിക്ക് എന്ന് പറയാണ്. അത് പിന്നെ അബി മോനെ എന്ന് പറയുമ്പം അനാമിക പറയുന്നുണ്ട്, അച്ഛാ അബിയേടൻ പറയുന്ന ആ തെളിവില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കോടതിയിൽ നിൽക്കാൻ പറ്റില്ല. നമ്മള് ഒത്തീർപ്പിന് ചോദിച്ച 50 കോടി പോയിട്ട് ജീവനാംശത്തിന് 5 ലക്ഷം രൂപ പോലും കിട്ടില്ല. അതുകൊണ്ട് അബിയേടന് പറയുന്നത് കൊടുക്കാം, നമുക്ക് ആ തെളിവുകൾ കിട്ടിയാൽ മതിയെന്നും അനാമിക പറയുന്നുണ്ട്. വേണു പറയാണ്, ശരി മോനെ, എങ്കിൽ അങ്ങനെയാവട്ടെ, മോൻ എത്രയും പെട്ടെന്ന് ആ മെമ്മറി കാർഡ് കൊണ്ടുപോവാ, അത് ഞങ്ങൾ കണ്ട ശേഷം നമുക്ക് അത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ച് കളയണം. കോടതിയിലെങ്ങാണം അവന്മാർ അതും കൊണ്ട് പോയാലേ നമ്മളുടെ എല്ലാ ചീട്ടും കീറും എന്നും വേണു പറയാൻ കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനാമികയാണെങ്കിൽ അബി പോയതിനു ശേഷം അനാമിക പറയുന്നുണ്ട്, എൻ്റെ അച്ഛ ഓരോ കുരിശിങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണല്ലോ, ആ വക്കയിൽ 25% ഇപ്പൊ അബിക്ക് 10 കോടി നീയല്ലേ മോളെ കൊടുക്കാന്ന് പറഞ്ഞത്. എൻ്റെ അച്ഛനൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പൊട്ടനാണോ? ആ ഏറ്റവും വലിയ തെളിവാ അവന്റെ കയ്യിലുള്ളത്, ആ ഒറ്റ തെളിവ് മതി നമ്മളുടെ എല്ലാ പ്ലാനും പൊളിയാൻ. ഗാർഹിക പീഡന കേസും എല്ലാം അങ്ങ് ഒഴിയും. ആ വിഷം കൊടുത്ത കേസിലെ നമ്മളെ വധശിക്ഷ, നമ്മളാണെങ്കിൽ വധശ്രമത്തിന് നമ്മുടെ വലിയ കേസെടുത്ത് ജയിലിലേക്ക് അയക്കും, അതൊക്കെ അച്ഛൻ മറന്നോ എന്ന് ചോദിക്കാണ്. അത് ശരിയാ മോളെ, എങ്കിലും കാശ് കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോളേ എനിക്കൊരു വിഷമം. അച്ഛാ ചുമ്മാ കിട്ടുന്ന കാശല്ലേ, അതുകൊണ്ട് നമുക്ക് ഇനിയും കാശുണ്ടാക്കാം, പക്ഷെങ്കില് ഈ തെളിവെങ്ങാനും പോയാലേ നമ്മളെ റോഡിൽ നിന്ന് പിച്ചെടുക്കേണ്ടി വരും, അച്ഛനത് ഓർത്തോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവര് അബിയുടെ ആ ഡീലിങ്സിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അബി നേരെ അനന്തപുരിലേക്ക് എത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ അനിയുടെ ആ ഒരു വീഡിയോ എടുക്കണമല്ലോ, അടിച്ചു മാറ്റണമല്ലോ, അതും പ്ലാൻ ചെയ്തുകൊണ്ട് അബിയാണെങ്കിൽ നേരെ അവന്റെ മുറിയിലേക്ക് ചെല്ലാണ്. അനിയാണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും. പതിയെ അബി പോയിട്ട് അവന്റെ ഫോൺ അടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോയിൽ റെസിയാണ്. ശേഷം ആ മെമ്മറി കാർഡ് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ ഇരുന്നിടത്ത് തന്നെ അനങ്ങാതെ വെച്ച് അവളെ എല്ലാ ഫയൽസും ഡിലീറ്റ് ചെയ്തിട്ട് വെക്കാൻ കേട്ടോ. അതിനുശേഷം ഇവൻ കൊണ്ടുപോയിട്ട് അതൊരു ലാപ്പിൽ കുത്തി നോക്കുന്നുണ്ട്. അപ്പൊ അതിലാണ് കേട്ടോ വീഡിയോ. അങ്ങനെ അനാമികയെ വിളിച്ച് സംഭവം കിട്ടുന്നുള്ള കാര്യം പറയാണ്. അനാമിക എത്രയും പെട്ടെന്ന് അത് തൻ്റെ കൊണ്ട് ഏൽപ്പിക്കാനും പറയാണ്. അങ്ങനെ അബിയാണെങ്കിൽ അത് അവരെ കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. ശേഷം അത് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇതെങ്ങാനും കോപ്പി എടുത്തിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ അബി താനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. ഈ സമയത്ത് അനിയാണെങ്കിൽ അവന്റെ ഫോണിൽ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ വീഡിയോ ഒന്നും ഇല്ല എന്നും റിമൂവ് ചെയ്യുന്നുള്ള വീഡിയോ മെസ്സേജ് കാണാണ്. ഇത് കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. തന്റെ ഫോൺ ആരോ യൂസ് ചെയ്യുന്നു, അതിന് മെമ്മറി കാർഡ് ഉരിയെന്നൊക്കെയുള്ള കാര്യം അനിക്ക് മനസ്സിലാവാണ്. അനി ഈ കാര്യം വിളിച്ച് നന്ദുനോട് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, എനിക്കത് അറിയാവുന്നടാ, അതുകൊണ്ടാ ഈ ലാപ്ടോപ്പിൽ തന്നിടാതെ അത് ഞാൻ ഇവിടെ അതിന്റെ ഒറിജിനൽ ഫയൽ ഇവിടെ വെച്ചിട്ട് കോപ്പി ചെയ്ത് നിന്റെ ഫോണിലേക്ക് വന്നത്. മിക്കവാറും അബിയേട്ടനായിരിക്കും. അബി അപ്പോൾ തന്നെ കാര്യം വിളിച്ച് അനാമികയുടെ പറഞ്ഞു കാണും. അനാമികയുടെ ഐഡിയ ആയിരിക്കും ഇത്, എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാ ഞാൻ നിന്നെ ഡ്യൂപ്ലിക്കേറ്റ് തന്നിട്ടേന്ന് പറയാണ്. ഓ എന്തായാലും സമാധാനമായി, ഇത്രയും വലിയ തെളിവ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയില്ലോ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്,
ഒറിജിനൽ എൻ്റെ കയ്യിലുണ്ട്. അത് കൂടാതെ ഞാൻ പല സ്ഥലങ്ങളിലും അത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും ആ തെളിവ് നമ്മളെ നഷ്ടപ്പെട്ടാൻ പാടില്ല എന്ന് നന്ദു പറയാണ്. സമാധാനമായെന്നും പറഞ്ഞിട്ട് അനി വീണ്ടും കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അറിയാതെ ഇതെല്ലാം കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ അനാമികയും അതുപോലെ കുടുംബക്കാരും. അങ്ങനെ കേസിന്റെ ദിവസം വന്നിരിക്കുകയാണ് കേട്ടോ. ഇവര് ഭയങ്കര ഹാപ്പിയിലാണ്. അനന്തപുരിക്കാരും തയ്യാറായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് അനിയാണെങ്കിൽ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇതുപോലെ തന്റെ ഫോണിലിരുന്ന മെമ്മറി കാർഡ് അബി ഊരിക്കൊണ്ട് അനാമിയുടെ കയ്യിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനപ്പോൾ തെളിവിലെന്ന് ചെയ്യുന്ന ചോദിക്കുമ്പോൾ നന്ദുവിന്റെ കയ്യിൽ എല്ലാം സേഫാണ്, ഒറിജിനൽ ഫയല് അവളുടെ കയ്യിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരാണെങ്കിലും ആ ഒരു ഫയല് കയ്യിലില്ലല്ലോ, അപ്പൊ അത് ഉണ്ടെന്ന് ഓർത്തിട്ടാണ് അനി കോടതിയിലേക്ക് വരുന്നതെന്ന് ഓർത്തുകൊണ്ട് അബിക്ക് ഭയങ്കര ചിരി വരുന്നുണ്ട്. അനാമികയൊക്കെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കോടതിയിൽ എല്ലാവരും വന്നു. അതിനുശേഷം വിചാരണ ആരംഭിക്കുകയാണ്. വിചാരണ ആരംഭിക്കുന്ന സമയത്ത് അനാമിക അവിടുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു മെഴുകുക കേട്ടോ. ഇവരെല്ലാവരും ഗാർഹിക പീഡനം നടത്തി എന്നെ ഒരുപാട് ശിക്ഷിച്ചു, അതുപോലെ സ്ത്രീധനത്തിന് വേണ്ടി എന്നെ ഇവർ ഒരുപാട് ഉപദ്രവിച്ചു. എൻ്റെ അച്ഛനെ അമ്മേനെ തല്ലി, എൻ്റെ അച്ഛനെ ഇയാളെ തല്ലി, എൻ്റെ അമ്മേനെ ഇവരെല്ലാം കൂടി വീട്ടിലിട്ട് തല്ലി, അതുപോലെ തന്നെ എന്നെ വഴിവെച്ച് ഇയാളെ തല്ലി, അതുപോലെ വീട്ടിൽ വെച്ച് ഒരുപാട് തവണ എന്നെ തല്ലിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനാമികയുടെ ഭയങ്കരമായിട്ട് കരയുന്നു കേട്ടോ. ഇവനൊരു കാമുകയുണ്ട്, അവള് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, ഇവരെന്നെ ഇഷ്ടമില്ല, ഞാൻ പണമില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിലുള്ള എല്ലാവരും എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവള് കരഞ്ഞ് ഇതാകുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇത് കഴിഞ്ഞ് ഇന്റർവെൽ ആകുമ്പോഴേക്കും വക്കീൽ എന്നിട്ട് പറയുന്നുണ്ട് മൂർത്തിയോട്, ഞങ്ങൾ പറഞ്ഞല്ലോ ഒത്തുതീർപ്പിന് ഇവര് സമ്മതിക്കും, 50 കോടി രൂപ കൊടുത്താൽ അവർ കേസിന് അവർ തന്നെ വിഡ്രോ ചെയ്ത് പൊക്കോളും എന്നൊക്കെ പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്, കേസിന്റെ വഴിക്ക് നടക്കട്ടെ, ഞങ്ങൾ ജയിലിലേക്ക് പോകാനാണ് വിധിയെങ്കിൽ അത് നടന്നോളും എന്നും പറഞ്ഞിട്ട് അവരകത്തേക്ക് പോവാണ്. വേണു പറയുന്നുണ്ട്, ആ ഫയല് ആ തെളിവ് അവരിലുണ്ടെന്നും കരുതിട്ടാ ഇത്രയ്ക്ക് അഹങ്കാരം, അതില്ലെന്നറിയുമ്പോഴേ കിളവന്റെ ഫ്യൂസ് ഊരിക്കോളും എന്നും പറഞ്ഞ് ഇവർ ചിരിക്കുകയാണ്. നമ്മുടെ അടുത്തേക്ക് തന്നെ അടുത്ത ഇന്റർവെല്ലിൽ വരേണ്ടി വരും എന്നും പറഞ്ഞ് ഇവർ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും കോടതി കൂടുകയാണ്. ഈ സമയത്ത് അനാമിക ഭയങ്കരമായിട്ട് അലറിക്കരഞ്ഞ് ഇയാളെന്നെ ഉപദ്രവിക്കുകയായിരുന്നെന്നും എല്ലാവരും കൂടി എന്നെ തല്ലിയെന്നും അങ്ങനെയൊക്കെ എല്ലാ കേസുകളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ എതിർഭാഗം വക്കീൽ വന്നിട്ട് അങ്ങനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ തെളിവുകളൊന്നും ഇല്ലല്ലോ. ഈ ഒരു സമയത്ത് നന്ദു ആണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് പോലീസാണല്ലോ കയറി വന്നിട്ട് കോടതിയിൽ പറയുന്നുണ്ട്, എനിക്കൊരു പ്രത്യേക തെളിവ് ഇതിന്റെ പേരിൽ തരാനുണ്ടെന്ന് പറയുമ്പോൾ മറ്റേ വക്കീൽ പറയുന്നുണ്ട്, അത് പറ്റില്ല, നേരത്തെ തന്നെ എന്നെ അറിയിച്ചാൽ മാത്രമേ ആ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ പറ്റുള്ളൂ എന്ന് തനിക്ക് അറിയില്ലേ. അപ്പോ കോടതിയോട് പോലീസ് പറയുന്നുണ്ട്, സാർ ഈ ഒരു തെളിവ് ഉണ്ട് എന്നുള്ള കാര്യം അവരറിഞ്ഞാൽ ഉറപ്പായും ഈ തെളിവ് നശിപ്പിക്കും, അതുകൊണ്ടാണ് ഇത്രയും വലിയ കുടുംബത്തിലെ അംഗമായ ഇവരെ മുഖത്ത് കരിവാർത്തേക്കാനും ആ പ്രായം അവരെ പോലെ വെറുതെ വിടാതെ അവരെ ജയിലിലാക്കാനും വേണ്ടി ഇവര് കരുതിക്കുട്ടി കാണിച്ച പരിപാടിയാണ് ഇതെല്ലാം. അത് മാത്രമല്ല ഈ സ്ത്രീ ആണെങ്കിൽ മറ്റൊരു കാമുകനും ഉണ്ട്, അവനോട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പേരിൽ ഈ കള്ളക്കേസൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എല്ലാ തെളിവുകളും ദാ ഇതിലുണ്ട്. ആ വീട്ടിലെ എന്റെ സ്വന്തം ചേച്ചിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചതും ഇവളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മുടെ ജഡ്ജി താഴെ ഇരിക്കുന്ന ആളുണ്ടല്ലോ അയാളുടെ കയ്യിൽ കൊണ്ട് നന്ദു കൊടുക്കുന്നുണ്ട്. അപ്പൊ വക്കീല് പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോയെ കുറിച്ച് മൂർത്തി സാർ എന്നോട് പറഞ്ഞിരുന്നു, ആ വീഡിയോ എൻ്റെ ഇരുന്നാലും അത് സേഫ് അല്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ കുട്ടിയുടെ തന്നെ ആ വീഡിയോ ഇരുന്നതെന്നും നമ്മുടെ മൂർത്തിയുടെ വക്കീല് പറയാണ് കേട്ടോ. ഇത്രയൊക്കെ ക്രൂരതകളാണ് ഈ പെണ്ണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ഒന്നും അറിയാത്ത പോലെ കോടതി വന്ന് കബളിപ്പിച്ച് കോടതി മുമ്പിൽ നാടകം കളിച്ചവരെല്ലാം ജയിലിലാക്കി കാശടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതെന്നും വക്കീല് പറയാണ്. അങ്ങനെ ജഡ്ജി ആണെങ്കിൽ ആ ഒരു വീഡിയോ മൊത്തം ഇരുന്ന് കാണാൻ കേട്ടോ. CI പറയുന്നതും അതുപോലെ വക്കീല് പറയുന്നതും വിഷം കൊടുത്ത കാര്യം പറയുന്നതും ഇവർ ഫേക്ക് ആയിട്ടുള്ള ഇതാക്കി ക്രിയേറ്റ് ചെയ്തതാണെന്നും എല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വേണുവും അനാമികയൊക്കെ നിന്ന് വേർക്കാണ് കേട്ടോ. അപ്പം വക്കീല് പറയുന്നുണ്ട്, കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവർ കാണിച്ചു കൂടുന്നത്, ഇതെല്ലാം ഇവരുടെ മനഃപൂർവ്വമുള്ള അടവുകളാണ്. ഇപ്പൊ സമൂഹത്തിൽ കുറെ പെൺകുട്ടികളുണ്ട്, എല്ലാവരും കാശുള്ള വീട്ടിലെ പയ്യന്മാരെ നോക്കി വിവാഹം കഴിക്കും, അതിനുശേഷം അവിടുന്ന് അടിയും പ്രശ്നമൊക്കെ ഉണ്ടാക്കില് ആ കുടുംബത്തിൽ തന്നെ നഷ്ടപരിഹാരം മേടിച്ച് ബാക്കിയുള്ള ലൈഫ് അടിച്ചു പൊളിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. അതിന് കണ്ടെത്തുന്ന ഒരു ഉപാധി മാത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ വിവാഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നല്ലൊരു സ്പീച്ച് മുടച്ച് കാച്ചുന്നുണ്ട്. അതുപോലൊരു പെൺകുട്ടിയാണ് ഇവളും. ഒരു പെൺകുട്ടി അവരുടെ വയറ്റില് ഒരു കുഞ്ഞുള്ള സമയത്ത് തന്നെ ആ കുഞ്ഞിനെയും ആ മാതാവിനെയും കൊല്ലാൻ വേണ്ടി വിഷം കൊടുത്തവളാണ് ഈ നിൽക്കുന്ന അനാമിക. അങ്ങനെയുള്ളവൾക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നും വക്കീല് വാദിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ജഡ്ജിക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാമല്ലോ. ജഡ്ജി പറയാണ്, അനാമികയും അവളുടെ അച്ഛന്റെ അമ്മയുടെയൊക്കെ വാദമെല്ലാം കളവാണെന്ന് കോടതി തെളിഞ്ഞിരിക്കുന്നു. അവര് പറഞ്ഞതെല്ലാം പച്ച കള്ളാണ്. അത് മാത്രമല്ല
അവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതിനുപരി അവര് ആ ഒരു പെൺകുട്ടിക്കും അവരുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി വിഷം കൊടുക്കുകയും അത് മറ്റൊരാൾ കഴിച്ച് അത്യാസന്ന നിലയിലാവുകയും ചെയ്തു എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിച്ച അനാമിയയ്ക്കും അവളുടെ അമ്മയ്ക്കും അച്ഛനും 2 വർഷം കഠിന തടവ് വിധിക്കുന്നുവെന്നും കോടതി പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരെയും വിട്ടയക്കുകയും അവരുടെ പേരുള്ള കളങ്കത്തിന് മാനനഷ്ടത്തിന് അവർക്ക് പറയുന്നൊരു ഭീമമായ തുക കൊടുക്കണമെന്നും നമ്മുടെ കോടതി പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് ആകെപ്പാടെ കിറങ്ങിയ അവസ്ഥയിലാണ് വേണുവും അനാമികയൊക്കെ. വക്കീലും വാ വിളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്ക് വേണു സ്പോട്ടിൽ ബോധം കിട്ട് താഴെ പോകുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി വേണുവിനെ പോയി പൊക്കിയെടുക്കുന്നുണ്ട്. കോടതി പറയുന്നുണ്ട്, ഇതുപോലെ കുറെ സമൂഹത്തിലെ പെൺകുട്ടികളുണ്ട്, ഇവരൊക്കെ കാരണമാണ് ശരിക്കും ഇങ്ങോട്ടേക്ക് വരുന്ന നീതി ചോദിച്ചിരുന്ന പെൺകുട്ടികൾക്ക് പോലും നീതി ലഭിക്കാത്തത്. അതൊന്ന് മനസ്സിലാക്കിയ കൊള്ളാം. ഇമാതിരി കേസ് കെട്ടം കാണാൻ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് പോകരുത്. എല്ലാ കള്ളങ്ങളും അറിഞ്ഞിട്ട് അവർക്ക് കാശ് പഠിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചാൽ വക്കീൽ ഉദ്യോഗസ്ഥരൊക്കെ നിർത്തി വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുമെന്നും വക്കീലിനോട് ജഡ്ജി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് കൂട്ടുവന്ന സിഐനെയും കോടതി വിളിച്ച് വഴക്ക് പറയുകയും അന്നേ ദിവസം മൊത്തം ആ കോടതി വരാന്തയിൽ പോയി നിൽക്കാനും ജഡ്ജി ഉത്തരവിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വിജയശ്രീലാളത്തിനായിട്ട് അനന്തപുരിയിലെ മൂർത്തിയും കുടുംബവും എല്ലാവരും പുറത്തിറങ്ങാണ്. അതുപോലെ തന്നെ അനാമികയും വേണുവും രേവതിയും 1 രൂപ പോലും കിട്ടാതെ എല്ലാവരും ജയിലിലേക്കും പോകുന്നുണ്ട്. അതേസമയം അതിനൊക്കെ കൂട്ടുന്ന നമ്മുടെ അവി പ്ലിങ്കായി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 10 കോടി രൂപ കിട്ടുമെന്ന് കരുതിയിരുന്ന അയാളും 11 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞിരുന്ന ആ വക്കീലും നന്ദുനെ കിട്ടുമെന്ന് പറഞ്ഞിരുന്ന സിഐക്കും കിട്ടിയ നല്ലൊരു പണി തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പൊ ഇത് സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സ്റ്റോറിയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.